അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് ദ ഡിവൈൻ മെസ്സേജസ്, അല്ലെങ്കിൽ മെസ്സേജസ് അല്ല, ഡിവൈൻ ഡിസിഷൻ. എന്താണ് ദൈവത്തിൻ്റെ തീരുമാനം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറെക്കുറെ പേരുടെയും ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു മനസ്സിലിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്ത് ചെയ്യണം ദൈവമേ. നിങ്ങൾ ഒരുപാട് തവണ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത് ദൈവമേ, എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ ഒരു രീതിയിലേക്കായിരിക്കും യൂണിവേഴ്സ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക്, ഇപ്പം നമ്മളിട്ടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് വരണം എന്നും കൂടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡിവൈൻ നിങ്ങളെക്കൊണ്ട് ഓപ്പണാക്കി നോക്കിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന വീഡിയോസ് മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഓപ്പണാക്കി കാണാനായിട്ട് തോന്നത്തേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എനിക്ക് 2 കാർഡ്സ് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ് ടൈമിങ്സും കുറച്ച് പേർക്ക് നോട്ട് ദ റൈറ്റ് ടൈമും. അതായത് ഒരുപാട് എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഇതൊരു പെർഫെക്റ്റ് ടൈമിങ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് ഇതൊരു നല്ല ടൈമായിട്ട് കാണിക്കുന്നില്ല. ഈ ഒരു ടൈം നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു എനർജിയിലല്ല നിൽക്കുന്നത്. ആൻഡ് ഒരുപാട് പേർക്ക് ഇവിടെ ഒരു സൈൻ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് പലതരത്തിലുള്ള സൈനുകൾ തരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് നിങ്ങൾ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യൂ, അല്ലെങ്കിൽ ഇക്കാര്യത്തെ അപ്രോച്ച് ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന പോലെ പോകൂ എന്നുള്ള കാര്യത്തിലേക്കുള്ള സൈനുകൾ. ഞാൻ പറയുന്നത് സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കും. അതൊന്നല്ല ഇവിടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്ന സൈൻ. എനിക്ക് എനർജി റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നത് സംതിങ് ലൈക്ക്, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ചൂസ് എ ന്യൂ ഡയറക്ഷനും കൂടിയും അടുത്ത സെക്കൻഡ് കാർഡ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്കും കറക്റ്റായിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവരങ്ങനെ തന്നെ ഇരിക്കാനായിരിക്കും പോകുന്നുണ്ടായിരിക്കും. അവർക്ക് അവിടെ ഒരു മാറ്റങ്ങളും വരുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ നെഗറ്റിവിറ്റിയെ മാത്രമാണ് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ സറൗണ്ടിങ്സും മനസ്സും കാര്യങ്ങളും ഓറാസും എല്ലാം ഇപ്പോൾ നെഗറ്റിവിറ്റി ആയിട്ടാണ്, നെഗറ്റീവായിട്ട് വലം വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. സോ ഇതിൽ നിന്നും നിങ്ങൾ മറികടക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്യമാണ്. യൂണിവേഴ്സ് ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷണങ്ങളെ മറികടക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല. നിങ്ങൾക്കിതൊരു ഈസി ഗോയിങ് ആയിരിക്കില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും തന്നെ ഈസി ഗോയിങ് ആയിരിക്കില്ല. ആ ഒരു റിലേഷൻഷിപ്പിനെ, പരീക്ഷണങ്ങളെ മറികടക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും, അല്ലെങ്കിൽ കരഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി അതിനെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ ആലോചിക്കൂ എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ചിലപ്പോൾ യൂണിവേഴ്സ് എന്താ പറയുക, ഒരിക്കലും കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നിട്ടൊരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കുറേ പേർക്ക് ഇവിടെ പെർഫെക്റ്റ് ടൈമിങ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പെർഫെക്റ്റ് ടൈമിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരുപാട് പേര് ഇതിന് കുറേ കാലങ്ങളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് മാനിഫെസ്റ്റേഷൻ, സ്പെൽ വർക്കുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് മാത്രമായിട്ടൊരു 10% ആൾക്കാർക്കാണ് ഇവിടെ ഒരു പെർഫെക്റ്റ് ടൈമിങ്സ് എന്നുള്ളൊരു എനർജീസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ പിന്നെ റീകൺസിഡർ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും കൂടി ഒന്ന് തിങ്ക് ചെയ്തിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അതിനുള്ളൊരു ഇപ്പോഴും ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്സ് നിങ്ങൾക്ക് വന്നിട്ടില്ല. ടൈമിങ് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല നിൽക്കുന്നത്. നിങ്ങളുടെ എനർജി പ്രകാരം എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് തന്നെ ഇപ്പോൾ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, അതിനൊന്നും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല. അതിനും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക കാര്യങ്ങളിലേക്കായിരിക്കും
നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ആ ഒരു എനർജി വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പറയാനുള്ളത്. ആൻഡ് കുറേ പേർക്ക് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. സോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, നിങ്ങൾക്ക് ആ ഒരു കാര്യം വ്യക്തതയോടുകൂടി നിങ്ങളെ പേഴ്സണെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്കും അത് അടിയിലായിരിക്കും കലാശിക്കുന്നുണ്ടായിരിക്കുക ഏറെക്കുറെ പേർക്കും. നിങ്ങളൊന്ന് വിളിക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ അന്ന് സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകളിലേക്ക് പോകുന്നൊരവസ്ഥ, നിങ്ങളുടെ കോൺവെർസേഷൻ തെറ്റിദ്ധാരണകളിലേക്ക് പോകുന്നൊരവസ്ഥ അത് നിങ്ങൾക്കാണെങ്കിലും അവർ പറയുന്ന രീതികൾ നിങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് എടുക്കുന്ന കുറേ തെറ്റിദ്ധാരണകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, അതിപ്പോൾ നേരിട്ട് ചെന്ന് നിങ്ങൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നല്ല, നിങ്ങൾ യുവർ സെൽഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ ക്ലിയർ ആയിട്ട്. അവരെന്താണ് പറഞ്ഞ ഉദ്ദേശം, നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്കും ഇവിടെ ഒരു ഇൻഡ്യൂഷൻസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. സോ ആ ഇൻഡ്യൂഷനിൽ ചിന്തിക്കൂ, അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടാരറ്റ് റീഡിങ്സ് ഒക്കെ എടുക്കാവുന്നതാണ്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് ആൻഡ് റൊമാൻസ്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം ഏറെക്കുറെ എനിക്ക് കാർഡ്സുകളിൽ നിന്നും വ്യക്തമാവുന്നത്. കാർഡ്സ് ഒരു പ്രതലം മാത്രമാണ്, നമ്മൾ ഇൻഡ്യൂഷൻസ് ആണ് ഏറെക്കുറെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരിക്കുക. ഞാൻ ഓരോരോ കാർഡ്സും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, ദൈവത്തിൻ്റെ തീരുമാനം എനിക്കിതിൽ നിന്നും മനസ്സിലാവുന്നത് ഇതൊരു പരീക്ഷണ കാലഘട്ടമാണ് നിങ്ങൾക്ക് എന്നതാണ് യൂണിവേഴ്സ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇതൊരു ഡിവൈൻ കണക്ഷനാണ്, അത്ര ഈസി ഗോയിങ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ ഭംഗിയോടുകൂടി തിരിച്ചു പിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്യൂ എങ്കിൽ ഞാൻ നിങ്ങൾക്കത് തിരിച്ചു കൊണ്ടുതരാം, നല്ല രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു തരാം ആ ഒരു റിലേഷൻഷിപ്പ്. സോ ആ ഒരു കർമ്മ, നിങ്ങൾക്കൊരു ലൈഫ് പർപ്പസ് ഉണ്ട്. അത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ വന്നാൽ മാത്രമാണ് ആ ലൈഫ് പർപ്പസ് അവിടെ പൂർത്തിയാകുള്ളൂ. ആ ലൈഫ് പർപ്പസ്, അതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. ആ കർമ്മ നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. സോ യൂണിവേഴ്സ് അതാണ് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ കർമ്മ നിങ്ങൾ കണ്ടെത്തി ചെയ്യൂ, എന്നാൽ മാത്രമാണ് നമ്മളുടെ ഓരോ ലൈഫിലെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യന്മാരുടെ ലൈഫിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മകളുണ്ട്. അതിപ്പോൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരാളെ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ ജനിച്ചത് കംസനെ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. എന്തെങ്കിലും ചെറുതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത്, നിങ്ങൾക്കൊരു ഈ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുള്ളത് വെറുതെ റൊമാൻറ്റിക് ലൈഫ് കളിച്ച് നടക്കാനും നിങ്ങളെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും മാത്രമായിട്ട് എടുക്കണ്ട. ഇതൊരു ഡിവൈൻ കണക്ഷനാണ്. ഡിവൈൻ കണക്ഷൻ ആയതുകൊണ്ടാണ് അവർ നിങ്ങളെ എത്രയൊക്കെ ഹേർട്ട് ചെയ്തിട്ടും, നിങ്ങൾക്കിതിൽ ഒരുപാട് ഹേർട്ടിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. മാനസികമായിട്ട് ഡിപ്രഷന് പോലും മരുന്ന് കഴിക്കുന്നവരുടെ എനർജീസ് എനിക്കിവിടെ വ്യക്തമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈൻ കണക്ഷൻ അത് നിങ്ങൾ കൊണ്ടു നടക്കേണ്ട രീതി കൂടി ഉണ്ട്. രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൊമാൻസ് പാടില്ല, അത് പാടില്ല എന്നല്ല ഞാൻ പറയണത്. ആ ഒരു റിലേഷൻഷിപ്പിനെ ഏറെക്കുറെ പാതിയിൽ വെച്ച് നിങ്ങളെ ഒരു പരീക്ഷണ കുഴിയിലേക്ക് യൂണിവേഴ്സ് ഇറക്കും. അതിൽ നിന്നും പിടിച്ചു കയറണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എങ്കിലാണ് അതിൽ ഏറ്റവും കൂടുതൽ വളരെ അവരുടെ സോളിനെയും ഒരു പ്യൂരിഫൈ ആക്കുന്ന ഒരു പ്രോസസ്സ് ഇതിൽ നിങ്ങൾക്കുണ്ട്. ഓക്കെ.